അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അവരുടെ അതേസമയം കണ്ണെഴുതി പൊട്ടുന്ന പറഞ്ഞ സിനിമയിൽ മഞ്ജു എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. അതല്ല പിന്നെ ആറാന്നല്ല എന്താ മഞ്ജു വാര്യർ ബെസ്റ്റ് നടിയാണ്. അപ്പൊ എന്റെ ചോദ്യത്തിലുള്ള തെറ്റ് ഞാൻ അംഗീകരിക്കുകയാണ്. അപ്പൊ അതിനോട് അനുബന്ധിച്ച് ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാണ്. ഇപ്പോ അടുത്ത് സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ചൊരു വിഷയം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അതായത് കേട്ടിട്ടുള്ളവരല്ല, സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ള ഏത് മേഖലകളിൽ, ഇപ്പം തെലുങ്ക് അല്ലെങ്കിൽ ഇപ്പോ കർണാടകയിലായാലും തമിഴ്നാട്ടിലായാലും പല സിനിമകളിലും ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്ത്രീ കഥാപാത്രങ്ങളുടെ റോള് വളരെ വലിയൊരു റോളല്ല. അതായത് അവർക്ക് കൊടുക്കണല്ലോ എന്ന് വിചാരിച്ച് കൊടുക്കുക. പക്ഷെ ഇപ്പം ഇതേ സംഭവം കേരളത്തിലേക്ക് വരുമ്പോ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് അല്ലെങ്കിൽ ഇപ്പോ അടുത്തിറങ്ങിയ ആവേശം ഇതേപോലുള്ള സിനിമകളില് പെണ്ണുങ്ങളെ ഇല്ല. അഥവാ ഉള്ള പെണ്ണുങ്ങൾ ഒന്നെങ്കിൽ അവരുടെ സെക്സ് വർക്കർ ആയിട്ട് അല്ലെങ്കിൽ അതിന് ഒരു വളരെ ചെറിയൊരു ക്യാരക്ടർ എന്നുള്ള രീതിക്കാണ്. പിന്നെ ഇപ്പൊ ലോക സിനിമ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ലീഡായിട്ട് വരുന്ന കല്യാണി പ്രിയദർശൻ മാത്രമേ ഉള്ളൂ, വേറൊരു ലീഡ് ക്യാരക്ടർ ഇല്ല. പിന്നെ ബാക്കിയുള്ള വരുന്ന ക്യാരക്ടർ ആ ഒരു കഥ എന്താ പറയുക സ്ക്രിപ്റ്റിനോട് അനുബന്ധിച്ച് തന്നെയാണ് ആ സിനിമ പോകുന്നത്. എങ്കിലും സ്ത്രീ കഥാപാത്രങ്ങളുടെ റോള് വളരെ കുറഞ്ഞു വരികയാണ്. അതായത് ഇപ്പൊ ഒരു 10 വർഷം മുന്നേ മഞ്ജു വാര്യർ അഭിനയിച്ചിരുന്ന സിനിമകളും ഇപ്പൊ ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ വർഷം എത്ര സിനിമയിൽ മഞ്ജു വാര്യർ അഭിനയിച്ചു എന്ന്, മഞ്ജു വാര്യർ എന്നാണല്ലോ നമ്മൾ ഒരു സ്ത്രീ കഥാപാത്രം എന്നൊരു മലയാളിയുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആദ്യം മനസ്സിൽ വരുന്നത്. അനുബന്ധിച്ച് ഇപ്പൊ റീമ കല്ലിങ്കൽ ആരാണെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നത് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഒരു ലീഡ് റോൾ ചെയ്യുന്നത് വളരെ കുറവാണ്. അല്ലെങ്കിൽ സ്ത്രീ ഡയറക്ടർമാർ ആരെങ്കിലും സിനിമ എടുത്തിട്ടുണ്ടോ ചിലപ്പോൾ ഉത്തരം തന്നെ ഇല്ല. ഇപ്പൊ ഈ കഴിഞ്ഞ 1-2 വർഷം എനിക്കറിയുന്ന വളരെ കുറവാണ്. അപ്പൊ ഇത് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? സ്ത്രീ കഥാപാത്രങ്ങള് മറ്റേത് മേഖലയിലുള്ള പോലെ തന്നെ സിനിമയിലും വേണ്ടേ? അല്ല, സ്ത്രീ കഥാപാത്രങ്ങൾ സിനിമയിൽ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം ബേസിക്കുള്ള കാര്യം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ മറ്റേ എടുക്കുന്ന ഇതുണ്ടല്ലോ, ഒരു സിനിമ എടുക്കുന്നു, ആ സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് എവിടെ വാല്യൂ കൊടുക്കണം, എന്ത് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ആത്യന്തികമായിട്ട് കഥയാണ്. അതെ, ആൾക്കാരല്ല, കഥ ആവശ്യപ്പെടുന്നതാണ്. ഈ പറഞ്ഞ സിനിമകളൊക്കെ കഥ ആവശ്യപ്പെടണം. ഇപ്പൊ ആവേശത്തില് സ്ത്രീകളില്ല, പിന്നെ വരുന്ന 2 പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞോട്ട് അവർ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി കൊണ്ടിരുന്ന സ്ത്രീകളായിട്ട്. കാരണം അവരുടെ ജീവിതത്തിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ അതാണ്, മനസ്സിലായി, അത് ആവശ്യപ്പെടുന്ന ആ സിനിമ അതാണ്. അതേസമയം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഉണ്ടല്ലോ, കുറച്ച് കാലം മുമ്പ് നമ്മുടെ മറ്റേ അപ്പൻ എന്ന് പറഞ്ഞിട്ടൊരു പടം വന്നു. അപ്പൻ എന്നല്ല പടത്തിന്റെ ഒരു സണ്ണിവേന്റെ, അതായത് നമ്മുടെ ഇയാള് തളർന്ന് എടുക്കുന്ന ഒരു കഥാപാത്രമായിട്ട്. ബ്യൂട്ടിഫുൾ ആണോ? ബ്യൂട്ടിഫുൾ അല്ല, അപ്പൻ കട്ട് ചെയ്ത കേട്ടോടെ. അപ്പൻ എന്ന് പറഞ്ഞൊരു പടമാണ്, വിശ്വാസം മറ്റേ നമ്മുടെ അലൻസിയർ തളർന്നെടുക്കുന്ന കഥാപാത്രമായിട്ട് അപ്പന്റെ ചെയ്തികൾ കൊണ്ട് ഭയങ്കര ഡിപ്രസ്ഡ് ആവുന്ന ആ സിനിമ കണ്ടിട്ടുണ്ടോ? അത് കുഴപ്പമില്ല, അത് കണ്ടിട്ടില്ല എന്നുള്ള വിഷയമില്ല. ഞാൻ പറയാ സത്യത്തില് അപ്പത് കണ്ടിട്ടില്ല. ഇതുപോലെ ഈ പറയണ മരീൻ സിനിമകളൊന്നും കാണാറില്ല. ലളിതമായിട്ട് പറഞ്ഞ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞിട്ടൊരു പടം വന്നു, അതായത് സുരാജ് വഞ്ഞറാമൂടും മറ്റേ സുരാജിന് ഭയങ്കര മടിയായിട്ട് മറ്റേ ഭാര്യ, അത് വളരെ കുറഞ്ഞ ആൾക്കാരെ കണ്ടു, പക്ഷെ നല്ലൊരു സിനിമ. പിന്നെ നീന എന്ന് പറഞ്ഞിട്ടൊരു പടം വന്നു, മറ്റേ ദീപ്തി സതീം, ഇതേ പറഞ്ഞ നമ്മുടെ അഗസ്റ്റിന്റെ മോളും. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ലീഡ് റോളിലേക്ക് ഒരു കഥാപാത്രങ്ങൾ. നീന എന്ന് പറഞ്ഞ സിനിമയിൽ 2 ലീഡല്ലേ. നീന എന്ന് പറയുന്നത് അതെ ഞാൻ പറഞ്ഞത് നളിനിയും നീനയുടെയും കഥയാണ് നീന. പക്ഷെ നമ്മൾ അവിടുത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ നോക്കണം. അവിടുത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് പറഞ്ഞ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റും വ്യത്യാസമുണ്ട്. അപ്പൊ അത്രയും വലിയൊരു സ്കെയിലിലേക്ക് പടം വരുമ്പോ അവിടുത്തെ ഒരു പ്രൊഡ്യൂസർ ഒരു സ്ത്രീ കഥാപാത്രത്തെ എടുക്കാൻ റിസ്ക് എടുക്കുന്നില്ല എന്നുള്ളതിന്റെ അർത്ഥം. അതിനൊക്കെ കാര്യമാണ് ഞാൻ ഈ പറയുന്നേ. മുഴുവനായിട്ട് കേക്ക്. നീന എന്ന് പറഞ്ഞ സിനിമ കൂടെ ആരും കണ്ടില്ല. 2 സ്ത്രീകളുടെ, അത് 2 വ്യത്യസ്ത തലങ്ങളിലുള്ള അടിച്ചു പൊളിച്ചടക്കുന്ന നീനയുടെയും ഒരു കുടുംബിനായിട്ടുള്ള നളിനിയുടെ ഇടപെടുന്ന വിജയ് ബാബുവിന്റെ കഥാപാത്രമുള്ള നീന ആരും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ക്രിട്ടിക്കായിട്ട് ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ ഇന്ന് ആ മറ്റേ ആവേശം ഒന്നും ആഘോഷിക്കുന്ന പോലെ ആരും കണ്ടിട്ടില്ല. മനസ്സിലായി. ഓക്കെ, അതുപോലെ ഈ പറഞ്ഞ മറ്റേ ഞാനിപ്പോ പറഞ്ഞില്ലേ ഓട്ടോറിക്ഷ, അങ്ങനെ കഥാപരമായ സിനിമകളിൽ സ്ത്രീകളുടെ സാന്നിധ്യം ശക്തമായിട്ട് തന്നെ ഉണ്ട്. പക്ഷേ
അടിച്ചുപൊളി സിനിമകളിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അല്ല, അത് കൂടാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? കൂടാൻ ആഗ്രഹിക്കാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല. എന്താണെന്ന് അറിയോ, ഇപ്പൊ കല്യാണി ലീഡ് ചെയ്യുന്ന ഈ പടം 100 കോടി അടിച്ചു. ലോക അത് വളരെ വലിയൊരു മുന്നേറ്റം തന്നെയാണ്. മുന്നേറ്റം എന്നല്ല, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യക്ഷിയുടെ കഥ പറയാൻ പിന്നെ പെണ്ണെല്ലാണ്ടാണ് അഭിനയിക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണ് അതിന്റെ കാര്യം. പക്ഷെ ഞാൻ അതിനോടനുബന്ധിച്ച് ചോദിക്കട്ടെ, യക്ഷിന്റെ ഒരു കഥ പറയാൻ പറ്റില്ല. അപ്പോ ഇങ്ങനെയുള്ള ഒരു സന്ദർഭം ക്രിയേറ്റ് ചെയ്യുന്നത് ലിറ്ററലി ഇപ്പൊ കത്തനാര് സിനിമ വരുന്നുണ്ട്. കത്തനാരിലായിരുന്നു നായിക അനുഷ്ക ഷെട്ടി. വൈ അനുഷ്ക? ഇവിടെ കേരളത്തില് പെണ്ണുങ്ങളിലാണ്ട. അപ്പൊ കഥാപാത്രം അത്ര ഉണ്ട് എന്ന് ചിന്തിച്ചാ പോലെ. ഇപ്പൊ ചോദിച്ചില്ലേ, വലിയ പ്രൊട്ടക്ഷൻ. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പെൺ കഥാപാത്രങ്ങൾ ഇല്ലേ, വളരെ നല്ല രീതിക്ക്. ഇതാണ് വിഷയം. ഈ ഇപ്പൊ അടുത്തൊരു വൻ ഹിറ്റ് ആയിട്ടുള്ള തോക്ക് വെച്ചിട്ടുള്ള ഒരു പടം വന്നാൽ എന്ത് ക്ലബാണ്? റൈഫിൾ ക്ലബ്. വൈ വാണി ഒരു ക്യാരക്ടറിന് വൈ വാണി, അതായത് മറ്റേ ഇയാളുടെ മകളായിട്ട് മറ്റേ വിജയരാഘവന്റെ മകളായിട്ടില്ലേ, വൻ വൈൽഡ് ആയിട്ടുള്ള ലേഡി വൈ വാണി. അവരത്ര ബോൾഡ് ആയിട്ടുണ്ടായിരിക്കാം. അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട് അവരുടെ, ഇതുവരെ പറയാം. അതായത് വാണി വിശ്വനാഥ് എന്ന് പറഞ്ഞ നടിയെ എന്തുകൊണ്ട് കാസ്റ്റ് ചെയ്തെന്ന് വെച്ചാലേ, വാണി വിശ്വനാഥ് ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങള് ഇപ്പോ അയൺ ലേഡികൾ എന്ന് പറയുന്ന കുറച്ച് സ്ത്രീകൾ ഉണ്ടായിരുന്നു കഥാപാത്രങ്ങളായിട്ട്. ഇപ്പോ ശരിക്കല മറ്റേ യുവതുർക്കി എന്ന് പറഞ്ഞ സിനിമയുടെ കാണാം. അതില് മറ്റേ കന്നഡയിലത്തെ തമിഴിലൊക്കെ അഭിനയിച്ചിരുന്ന അന്നത്തെ ടോപ്പ് ഇതായിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവരായിരുന്നു മെയിൻ. അപ്പൊ ഈ വാണി വിശ്വനാഥിനെ കാസ്റ്റ് ചെയ്തേക്കുന്നതിന്റെ കാരണം എന്താണ്? ഇത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കഥയുണ്ട്. ഈ 500 എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ടല്ലോ, അതെ, ഒരു കഥാപാത്രമാണ് മലയാള സിനിമയിൽ. ഗോഡ് ഫാദറിലെ 500. നമ്മളെ മറ്റേ മമ്മൂട്ടിന്റെ സിനിമയില് വേറൊരു ഇതുണ്ടല്ലോ, അയ്യോ അങ്ങനെയല്ലത്. ഭീഷ്മപർവ്വത്തിൽ 500 എന്നല്ല പറയുന്നത്. അതല്ല, അത് ഡിഫറൻസ്. 500 എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരെണ്ണം പറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദിവസം കളിച്ച സിനിമയാണ് നമ്മളുടെ സിദ്ദിഖ് ലാലിന്റെ ഗോഡ് ഫാദർ. അതിലത്തെ പ്രധാന കഥാപാത്രമാണ് 500 എന്ന് പറഞ്ഞ അൻപിള്ള എന്ന് പറഞ്ഞ മഹാനായിട്ടുള്ള അനശ്വനായിട്ടുള്ള നാടകാചാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന് വൈ എൻ പിള്ള എന്നുള്ളൊരു കോസ്റ്റ്യൂം വന്ന സിനിമയില് കാസ്റ്റിംഗ് നടന്നപ്പോ, അപ്പൊ സിദ്ദിഖാണെന്ന് തോന്നുന്നു പറഞ്ഞ കഥയിൽ കേട്ടില്ലേ, പെട്ടെന്ന് ആൾക്ക് തോന്നിയ കാര്യം, മലയാള നാടകവേദിയില് അയാൾ അഭിനയിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇതുണ്ട്, സെറ്റപ്പ് ഉണ്ട്. കഥാപാത്രങ്ങളിലൂടെ ആൾ ബിൽഡ് ചെയ്തിട്ട് കേരളത്തിൽ മുഴുവൻ അയാൾ എന്താണോ അയാളെ കാണിക്കുമ്പോ അയാൾ എന്തായിരിക്കും അയാൾ ഇന്ന് വരികയെന്ന് പ്രതീക്ഷിക്കാൻ ഒരു സമൂഹത്തിനെ പ്രേരിപ്പിച്ച ഒരു അഭിനയ ശൈലിയുണ്ട് പുള്ളിയുടെ. ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിനെ ചൂഷണം ചെയ്യാൻ തന്നെ ഉദ്ദേശിച്ച് പിടിച്ചെടുക്കാൻ വേണ്ടി. അപ്പൊ ആള് സമ്മതിച്ചു, ഓക്കെ ഞാൻ വരാം 500 അഭിനയിക്കാൻ കാസ്റ്റിംഗ്. അതായത് അതുപോലെ ഈ സെയിം തിയറിയാണ് ആഷിഖ് റൈഫിൾ ക്ലബിൽ ചെയ്തിട്ടുള്ള. ആഷിഖിന്റെ അല്ലല്ലോ, അതെന്താണ് വിശ്വാസം ചെയ്തേക്കുന്നത്. കാരണം എന്താണ്, ആ ഒരു പെണ്ണ് വന്നിട്ട് ഇത് ചെയ്യുമ്പോ ഗണ്ണെടുത്തിട്ട് അത്രയും ബോൾഡ്നെസ് കാണിക്കാൻ മനസ്സിലായി. വാണി മുമ്പ് ചെയ്ത് വെച്ചേക്കുന്ന കഥാപാത്രം കണ്ട് അത് ഇത് തന്നെ ചിന്താമണി കൊലക്കേസ് ഉണ്ടോ? ട്രെയിനില് ഇതാക്കുന്നല്ലേ സുരേഷ് ഗോപി മറ്റേ അതില് ഫയർ ബ്രാൻഡ് അഡ്വക്കേറ്റ് ആണല്ലോ സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ ജൂനിയർ ആയിട്ട് എടുത്തേക്കുന്നത് വാണിനെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാണി വിശ്വനാഥിനെ വെറുതെ വെച്ചാൽ മതി, അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ജസ്റ്റ് റെഡി. ഇത് തീപ്പൊരി സാധനമാണ്. അവിടെ വെച്ചാൽ ഒരു പഴയ ഇപ്പൊ കാവ്യമാധവനെ പോലെയോ കവിയൂർ പൊന്നമ്മയെ പോലെയോ പാവല്ല വാണിയുടെ ക്യാരക്ടേഴ്സ് എടുത്തു വെക്കുമ്പോ അതായിരിക്കും പവർഫുള്ള്. ഇതാണ് സംഭവം, മനസ്സിലായില്ലേ? അപ്പൊ ഒരു കഥാപാത്രത്തിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പഴയ ആൾക്കാരെ അഭിനയിക്കുന്നുണ്ട്. സ്ത്രീകൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ, സ്ത്രീകൾക്ക് എന്തുകൊണ്ട് കയറി വരാൻ പറ്റുള്ളത്, അല്ലെങ്കിൽ ഇത്രയും ഇത് കിട്ടുള്ളതാണ്, പവർ കിട്ടുള്ളതാണ്. ഒരു ഇതുപോലെ നേരത്തെ പറഞ്ഞു വെച്ച പോലെ അനുഷ്കയുടെ കാര്യം പറഞ്ഞു നമ്മള്, ഇവിടെ നടിമാരില്ലാത്തോണ്ടെന്ന് വെച്ചാൽ വാണിയെ ഒരേ സമയം അവർ പറഞ്ഞു വയ്ക്കുന്ന കഥാപാത്രത്തിന് ഒറ്റ പേരുകൊണ്ട് അല്ലെങ്കിൽ ഒറ്റ രൂപം കൊണ്ട് അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ അതേപോലുള്ള നടിമാര് ഇപ്പൊ വരുന്നില്ല എന്നാണ്. വരുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉണ്ട്, പക്ഷേ ഒന്നാമത്തെ പണ്ടത്തെ ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ച വേറൊരു സംഭവമാണ്, ഞാൻ മാത്രല്ല പൊതുവെ നമുക്ക് എല്ലാവരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ അടുത്ത സിനിമയിൽ വരുന്ന എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും 1, 2, മാക്സിമം 3, 4 സിനിമ കഴിഞ്ഞാൽ പിന്നെ കാണുന്നില്ല. ഇതിന് കാരണം എന്തായിരിക്കും? അത് നടിമാരുടെ അത് പറഞ്ഞുതരാം, കുറച്ച് പറയാൻ തന്നെയാണ്. പണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടിമാരെ കിട്ടാണ്ടല്ല,
ഒരു നടി വിജയിച്ചു കഴിഞ്ഞാൽ, വിജയിച്ചു കഴിഞ്ഞാൽ ആ നടിക്ക് കഥാപാത്രങ്ങള് വെച്ചാല് ഒരു സംവിധായകൻ പുതിയ മുഖങ്ങളായിട്ട് ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ടിരുന്ന് തന്നെ കലോത്സവ വേദികളിൽ നിന്ന് അങ്ങനെ കണ്ടിട്ട് സാധാരണ ക്ഷമിക്കുക, അല്ലെങ്കിൽ ഫോട്ടോ ഇപ്പോഴാണ് കാസ്റ്റിംഗും വീഡിയോ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ അതില് ഒരു പെൺകുട്ടി അഭിനയിച്ച് വിജയിച്ച് കണ്ടു കഴിഞ്ഞാൽ കഥാപാത്രത്തില് അവൾക്ക് അഭിനയിച്ച ശേഷം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ സംവിധായകർ വെച്ചിട്ടുണ്ടെങ്കിൽ കഥകള് അന്ന് കണ്ടമാനം സിനിമകൾ ഇറങ്ങുന്നുണ്ട്, മനസ്സിലായില്ലേ? കണ്ടമാനം സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ സിനിമകൾക്കൊക്കെ ഇവരെ ക്ഷണിക്കുകയും അഭിനയിച്ച്, അപ്പൊ നോക്കുമ്പോ വെച്ചാൽ അവര് ഓരോ സിനിമ കഴിയും തോറും അവർ അപ്ഗ്രേഡ് അഭിനയത്തിൽ അവര് മികച്ചു വന്നിട്ട് അവരവരുടേതായ ഒരു ഇടം കണ്ടെത്താണ്. ഇവൻ കാവ്യയുടെ കാലം വരെ, അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് വരെ ഇതിങ്ങനെയായിരുന്നു. മീര, കാവ്യ, നവ്യ, ആ ഒരു ടൈം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഉണ്ടല്ലോ നിത്യക്കൊക്കെ ശേഷം നിത്യമേനോല്ലേ, നിത്യമേനോൻ, നയൻ ഒക്കെ എന്താ വെച്ചാൽ ഇവിടുന്ന് ഒരു കറക്കം കറങ്ങിട്ട് നേരെ സൗത്ത് ഇന്ത്യയിലേക്ക് ഒരു പടം. പല സിനിമ നടന്മാരും ദുൽഖർ സൽമാന്റെ സിനിമ ദുൽഖറൊക്കെ അങ്ങനെ കയറി പോയി. അതിന് കാരണം കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ടായിരിക്കും. റെമ്യൂണറേഷൻ ഉണ്ട്. പിന്നൊരു കാര്യം എന്താ പറയാ, ഫാൻ ബേസ് മാത്രമല്ല അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതെച്ചാല് ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ പുള്ളിക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ള പുറത്താണ്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നടന്മാര്